കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹമ്മിറുൽ ആനിയ, പാത്രങ്ങളൊക്കെ മൂടി വെക്കണോ. ഔക്കിഉൽ അക്സിയ, വെള്ളപാത്രങ്ങളൊക്കെ കെട്ടിവെക്കണോ. അജീഫുൽ അബ്വാബ, വാതിലൊക്കെ അടച്ചിടണോ, വാതിലൊക്കെ അടച്ചുവിടണം. വഖ്ഫത്തു സിബിയാന ഇൻദൽ മസാഇ, സന്ധിയാവുമ്പോ മക്കളെ നിങ്ങളെടുത്ത് പിടിച്ചു നിർത്തണോ. അത്ഫിയുൽ മസാബിഹ ഇൻദർ റഖാദ്, ഉറങ്ങുന്ന നേരത്ത് വിളക്കൊക്കെ കെടുത്തി വെക്കണോ എന്നർത്ഥം. എന്താ ഈ പറഞ്ഞതൊക്കെ? ഇത് ഒരു രണ്ടർത്ഥം, നേർക്ക് നേരെയുള്ള അർത്ഥത്തിൽ തന്നെ എടുക്കാം, അതിന്റെ ആലങ്കാരികമായ അതിന്റെ ആശയത്തിലും എടുക്കാം. എന്താ ഈ പറയുന്നത്? പാത്രങ്ങളൊന്നും ഇങ്ങനെ മലക്കെ തുറന്നു വെക്കലല്ല. കഴുകിയ പാത്രങ്ങൾ, ഗ്ലാസ് ആയാലും പാത്രം ആയാലും ഒക്കെ കമഴ്ത്തി വെക്കുക. എന്താ കാരണം? അത് ആരോഗ്യപരമായ അതിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. അടുക്കളയിലായാലും എവിടെ ആയാലും ഒരുപാട് ജീവജാലങ്ങൾ നമ്മൾ അവരുടെയൊക്കെ കാഷ്ടവും വിയർപ്പുകളും മറ്റു പലതും വിഷാംശമുള്ളവയാണ്. അതിന്റെ വിഷാംശം തിരിച്ചറിയ വരെയില്ല. ഇപ്പൊ ചെലന്തിയെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എട്ടുകാലിയൊക്കെ. അതിന്റെയൊക്കെ പിന്നെ ആയുർവേദ ഡോക്ടർമാർ അതിന്റെയൊക്കെ വിഷം തട്ടിയാൽ പിറ്റേന്നും മറ്റന്നാളൊന്നും അറിയില്ല, ഒരുപാട് നാൾ കഴിഞ്ഞാൽ പ്രകടമാവുക എന്നൊക്കെ. പല്ലിയുടെ കാഷ്ടം, അങ്ങനെ പലതും. പാത്രങ്ങളൊക്കെ കഴുകിയാലൊക്കെ അടച്ചു വെക്കും. ഹമ്മിറുൽ ആനിയ, വെള്ളമൊഴിക്കുക. അവർ തോൽപാത്രത്തിലാണ് വെള്ളം ഇട്ട് വെക്കല്, വെള്ളം എടുത്തു വെക്കാറ്. എന്നിട്ട് അതിന്റെ അറ്റം കെട്ടിയിട്ടാ ചെയ്യുക. അത് ഔക്കിഉൽ അക്സിയ, വെള്ളപാത്രങ്ങളൊക്കെ നിങ്ങൾ കെട്ടിവെക്കുക. വെള്ളമുള്ള പാത്രമാണ് ശരിക്കും മൂടി വെക്കണം, തുറന്നു വെക്കരുത്. അറിയില്ലല്ലോ, നമ്മൾ പോയിട്ട് കുടിക്കും. ആരാ പാത്രക്ക് പോയിട്ട് വെള്ളം ശുദ്ധിയാന്ന് നോക്കാതെ എടുത്ത് കുടിക്കുക. അപ്പൊ വെള്ളം ഒഴിച്ച പാത്രം അടച്ചു വെക്കണോ. ടാങ്ക് ആയാലും ഒക്കെ അടച്ചു വെക്കണോ. പിന്നെ കുട്ടികളെ സന്ധ്യാസമയത്ത് പുറത്തു വിടരുത്. അത് വിശദീകരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ സമയത്ത് പിശാചുക്കൾ പിന്നെ സഞ്ചരിക്കാൻ സാധ്യതയുള്ള സമയമാണ്. അതിനെന്തിനാ കൂട്ടങ്ങൾ ബേജാറാണ്? വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, വമിൻ ശർരി, ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. പിന്നെ ഒരു ഗാസിഖിൻ ഇദാ വഖബ്, സന്ധ്യ ഇരുട്ടാകുമ്പോഴുണ്ടാകുന്ന ഷെറുകളിൽ നിന്നും ഞാൻ രക്ഷിതാവേ എന്നോട് രക്ഷ തേടുന്നു. ഈ ഭൂമിയുടെ സൂര്യന്റെയും ചലനത്തിൽ സന്ധ്യ എന്ന് പറയുന്ന ഒരു പരിവർത്തനത്തിന്റെ മാറ്റത്തിന്റെ സമയമാണ്. എന്ത് നടക്കുന്നു നമുക്കറിയില്ല, എന്തൊക്കെയോ നടക്കുന്നു. ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുട്ടികളെ സൂക്ഷിക്കുക. കുട്ടികള് പിശാചുക്കളുടെ ദ്രോഹം അധികം ഏൽക്കാനുള്ള സാധ്യതയോ മറ്റോ ആയിരിക്കാം. നിങ്ങൾ ആ സമയത്ത് കുട്ടികളെ, അല്ലെങ്കിലും മക്കൾ വരെ ചെന്നാൽ സന്ധ്യാനേരത്ത് മുറ്റത്ത് കളിക്കലാ ഇഷ്ടം. കയ്യും കാലം തേച്ച് ഒന്നുണ്ടാക്കി ഖുർആൻ ഓതില്ല വേണ്ട. അതെന്നെ പറഞ്ഞ് വഖ്ഫത്തു സിബിയാൻ, കുട്ടികളെ പിടിച്ചു നിർത്തണം, നിങ്ങൾ അരികത്ത് നിർത്തണം. ഏതാണ്ട് പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് കുട്ടികൾ പുറത്തു പോയിക്കോട്ടെ, അല്ലാത്ത സമയത്ത് കുട്ടികൾ സന്ധ്യാനേരത്ത് കളിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ അതില്. പിന്നെ രാത്രി ഉറങ്ങുന്ന നേരത്ത് വിളക്ക് കെടുത്തി വെക്കണം എന്ന് പറഞ്ഞു. ജീവികൾ എലിയെ പോലെയുള്ള ഓടി നടന്നിട്ടോ മറ്റു നിലക്കോ തീ പിടിക്കാനും മറ്റും സാധ്യതകൾ കൊണ്ട് അടിക്കൂ. ഇവിടെ